വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ. ഇതൊരു ക്രീമി മഷ്റൂം ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. ഞാനിവിടെ കുറച്ച് ചിക്കൻ ബോൺലെസ് പീസസ് എടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഷ്റൂംസ്, ബ്രൗൺ മഷ്റൂംസ് ആണ് അവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ കുക്കിംഗ് ക്രീം, പെപ്പർ, ഒറിഗാനോ, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ്, 3 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ബട്ടർ. ഇത് നമ്മൾ ബട്ടറിലാട്ടോ കുക്ക് ചെയ്യുന്നത്, ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. ആദ്യം ഒരു പാൻ എടുക്കുക, അതിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്യാനിടുക. ബട്ടർ മെൽറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ ഇവിടെ 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗാർലിക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം സോട്ട് ചെയ്യണം. അതൊന്ന് ബ്രൗൺ കളറായി വരണം. അതിനുശേഷം നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സും നല്ലോണം സോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കാം കേട്ടോ. ചില്ലി ഫ്ലേക്സിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് മഷ്റൂംസ് ചേർത്ത് കൊടുക്കാം. മഷ്റൂംസിലേക്ക് നമുക്കൊരു സ്ലൈസ് ബട്ടറും കൂടി ആഡ് ചെയ്യാം. നമ്മൾ ഫുൾ ബട്ടർ എടുത്തിട്ടില്ലേ, അതൊരു ഹാഫ് സ്ലൈസ് ഇട്ടിട്ടുള്ളത്. പിന്നെ ബാക്കി ബട്ടർ നമ്മളിപ്പോൾ മഷ്റൂംസിൻ്റെ കൂടെ ചേർത്തു. ഇനി ഇത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. മിനിറ്റ് കഴിയുമ്പോൾ മഷ്റൂംസിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇനി ആ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എഗെയിൻ ഒരു 2 മിനിറ്റ്സ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. മഷ്റൂംസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളം നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പുണ്ടോ നോക്കാം. അതുപോലെ ക്രഷ്ഡ് പെപ്പർ ഇട്ട് കൊടുക്കാം, ഒറിഗാനോ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പാഴ്സ്ലി ലീവ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ഫ്ലേവറായിട്ട് വരുന്നത് മല്ലിയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ലീവ്സ് മാത്രം കുറച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇത് മിക്സ് ചെയ്യാം. നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുക്കിംഗ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം പാകത്തിന് ഉപ്പുണ്ടോ നോക്കാം. എന്നിട്ട് നല്ലവണ്ണം യോജിപ്പിച്ചിട്ട് ഒരു 1 മിനിറ്റ് നമുക്കത് അടച്ചു വെച്ചിട്ടൊന്ന് ആ ക്രീമൊന്ന് ജസ്റ്റ് അതിലേക്ക് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്രീമി മഷ്റൂം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതിലേക്ക് കുറച്ച് പാസ്ത കുക്ക് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ പാസ്തയായി. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈവൻ ബ്രെഡിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.